ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. ലച്ചുവിന് ഇന്ന് ക്ലാസ് ഉണ്ട്. ഓള് SPCയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾക്ക് ഇന്ന് SPCൻ്റെ PT ഉണ്ട്. അപ്പോൾ ഓള് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ചേച്ചിക്കും അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയും അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ചായ കുടിച്ചതിന് ശേഷം തീറ്റ കൊടുക്കുകയാണ് എൻ്റെ കോഴിക്ക്. ഇന്ന് ലച്ചുവിന് PT ഉണ്ട്, SPCൻ്റെ ഇത്. അപ്പൊ ഓണം അങ്ങോട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ്. ഒരായി പറ. ഹായ്. ഞങ്ങളിവിടെ തേങ്ങ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടി തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊപ്പരായിട്ട് ഇന്നിത് കഴുകിയിട്ടാണ് ഞങ്ങള് ചെത്തിടാറ്. ചെത്തിടാച്ചാ ഈ ആട്ടണേന്റെ കുറച്ച് ദിവസം മുന്നേ ചെത്തിടൂലേ, അങ്ങനെ ചെത്തിടാന്. അപ്പൊ ഞങ്ങള് കഴുകിയതിന്റെ ശേഷമാണ് ചെത്തിടല്. അപ്പൊ അത് കഴുകിയോണ്ട് നിൽക്കാണ് ഞാന്. പിന്നെ ഞങ്ങളെ വീടിന്റെ മുറ്റത്തൊന്നും വല്ലാതെ വെയിലൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് തൊടിയിൽ കൊണ്ടുപോയിട്ടാണ് ഉണക്കല്. അപ്പം അവിടെ വെയില് നല്ലുണ്ട്. പിന്നെ പൊടി ഇത്തിരിയൊക്കെ മാറും. ഇത്തിരി പൊടിയൊക്കെ ആവുള്ളൂ. പക്ഷെ ഒന്ന് കഴുകി ഇടുന്നത് നല്ലതാണ്. നല്ല വെളിച്ചെണ്ണ ആവും ആട്ടി കൊണ്ടുവരുമ്പോ. പിന്നെ വെളിച്ചെണ്ണക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ആണ് ഇങ്ങനെ ചെയ്യണേ. ഇത് അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങക്ക്. അമ്മമ്മ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം അമ്മമ്മ ഇങ്ങനെ തന്നെയാണ് ഉണക്കിടല്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല്. അപ്പൊ അമ്മക്ക് ഇത് അമ്മമ്മേന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് ഇത്. അപ്പൊ അമ്മയും ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഞങ്ങള് എല്ലാ തവണയും വെളിച്ചെണ്ണ ആട്ടുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യല്. പിന്നെ എത്ര പേര് ചെയ്യലുണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ആട്ടുമ്പോ കേക്കിയിട്ട് ഉണക്കിയിടല്. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് ആകുമ്പോഴേക്ക് തന്നെ നല്ല വെയിലുള്ള ടൈമിൽ ഇത് ഉണക്കിയിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഉണക്കിയിടാൻ പറ്റുമ്പോ നല്ല വെയിലുണ്ടാകുമ്പോ ഇത് ഉണങ്ങും. പിന്നെ ഇത് കഴുകിയതിന്റെ ശേഷം തുടച്ചിട്ട് വേണം കേട്ടോ ഉണക്കാൻ ഇടല്. പിന്നെ ഇന്നത്തേക്ക് തന്നെ ഉണങ്ങും. പിന്നെ ഞങ്ങൾ നാളെ ഇത് കഷ്ണാക്കിയതിന് ശേഷം ഉണക്കാടും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള വെളിച്ചെണ്ണ ആവും. ചളിയൊക്കെ പോകുമ്പോൾ നല്ല കളറുള്ള വെളിച്ചെണ്ണ ആവും കിട്ടുക. പിന്നെ നിങ്ങൾ ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല വെളിച്ചെണ്ണയാണ്, നല്ല കളറുള്ള വെളിച്ചെണ്ണ ആവും കിട്ടുക. ഇത് കണ്ടോ ഗായ്സ്, ഈ കൊപ്പര കഴുകിയിട്ട് ഇത്രയ്ക്ക് ചളിയുണ്ട്. ആരെങ്കിലും പ്രതീക്ഷിക്കോ ഇതിൽ ഇത്ര ചളി ഉണ്ടെന്ന്? പിന്നെ കഴുകിയാൽ ഇത്രയ്ക്ക് നന്നായി കൊപ്പര കിട്ടും. ഇതാണ് വെളിച്ചെണ്ണാക്കാനുള്ള കൊപ്പര. ഇത് തുടച്ചെടുക്കണം. ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം. അപ്പൊ ഞാനിത് തുടച്ചെടുക്കുകയാണ്. ഞങ്ങളിവിടെ ഉണക്കാൻ കൊണ്ടുവരുന്നത്. ഞങ്ങള് ചുള്ളിക്ക പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഞങ്ങളവിടെ പടിഞ്ഞാറ് തലക്കില് എന്നാണ് പറയാ. അവിടെ ചുള്ളിക്കുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പണ്ടുള്ളവർക്ക് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാവും. ഇന്നത്തെ കാലത്ത് ഞങ്ങളെ പോലെ നാട്ടിൻപുറത്ത് വളർന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ചുള്ളിക്കൊക്കെ പറിക്കാനുള്ള ഭാഗ്യം കിട്ടുള്ളൂ. ചുള്ളിക്ക എന്നാണല്ലോ പറയാ. പിന്നെ ഇപ്പം ചുള്ളിക്ക ഉണ്ടാവുന്ന സീസൺ ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് പറിക്കാൻ പോണത്. പൈത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പോയി നോക്കട്ടെ. ഞങ്ങളിപ്പോൾ പോയിട്ട് കുറേ ആയിരുന്നു. ചുള്ളിക്ക പറിച്ചിടാൻ വേണ്ടിയിട്ട് ഇല എടുക്കുകയാണ്, കുമ്പിള് കുത്താൻ വേണ്ടി. കാട് പിടിച്ച സ്ഥലത്താണ് കേട്ടോ ചുള്ളിക്ക കൂടുതലുണ്ടാവുക. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ ചുള്ളിക്ക പറയുന്നത്. ഇതാണ് ഞങ്ങൾ പാടെന്ന് പറയുന്നത്. ഇവിടെയാണ് ചുള്ളിക്ക ഉള്ളത്. അവിടെയാണ് ഇവിടെ ഒരു സമയത്ത് നല്ല പച്ചപ്പ് വന്നതാവും. ഇവിടെ മഴ പെയ്യുന്ന ടൈമിൽ ഇവിടെ നിറച്ച് വെള്ളമാവും. ഇതിൻ്റെ അരേൻ്റെ അത്ര ഉണ്ടാവും വെള്ളം. അപ്പൊ ഇവിടെ ഇവിടുന്ന് നല്ല പച്ചപ്പ് ഉണ്ടാവുമ്പോൾ ഇതാണ് ചുള്ളിക്ക പറയുന്നത്. ആദ്യം ഇവിടെ നിറയെ ചുള്ളിക്ക ഉണ്ടായിരുന്നു ഈ പരിസരത്തൊക്കെ. ഇപ്പൊ ഇവിടെ കാട് വെട്ടി പോയതുകൊണ്ട് തന്നെ ചുള്ളിക്കൊക്കെ കുറവാണ്. എന്നാലും ഉണ്ട്. സാധാരണ ഞങ്ങളെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓരെ കൂട്ടിയിട്ടില്ല. പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരെ വിളിച്ചിട്ടില്ല.
ഞങ്ങളൊക്കെ അച്ഛൻ്റെ അത്ര പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരിക. ഗൈസ് ഓടമീത്ത് മൊത്തം ഇതിനെന്തേലും പറയാ പറയലൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ മെയിൽ ഫുള്ളാണ്. അപ്പം ഗൈസ് ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും പറിക്കാൻ ഇത് മടിയാണ്. ചെറിയ ചെറിയ കൊരിയായതുകൊണ്ട് തന്നെ പറിക്കാൻ മടിയാണ്. പിന്നെ ഏറ്റവും വലിയ മടി അറിയാം ഇതിന് മുള്ളാണ്. കുത്തിയാൽ ഭയങ്കര വേദനയാണ്. അവിടെയൊക്കെ കണ്ടോ നിറച്ച് മുള്ളാണ്. ഇതിനെന്താ മുള്ളൻകായ എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും ചുള്ളിക്കാന്നാണ് പറയല്. പിന്നെ ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഫുള്ള് പറിക്കാൻ തോന്നും. പക്ഷെ നടക്കുന്ന കാര്യമില്ല ഗൈസ്. ഇതന്നെ നിറയണമെന്നുണ്ടെങ്കിൽ ഈ മരം മൊത്തം പറിച്ചാലേ ഇത് നിറയുള്ളൂ. പക്ഷെ കാണുമ്പോൾ നമുക്ക് പറിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാമ്പ് ഇതിൽ നല്ല ഉണ്ടാവും. ഇതിൻ്റെ ചുറ്റും പാമ്പുണ്ടാവും. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് പറിക്കേണ്ടി വരും. കാലിൻ്റെ വീട്ടിലൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ഈ ഏരിയയിലൊക്കെ പാമ്പിനെ ഇഷ്ടംപോലെ കാണുന്നതാണ്. ഇത്രയും ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാ ഇന്ത്യയിലിപ്പോൾ ഒരു കുമ്പിളിൽ പകുതി ഉണ്ട്. സച്ചിത്തേൽ ഒരു കുമ്പിൾ നിറച്ചും ഉണ്ട്. അപ്പം ഗൈസ് ഞാനിത് തിന്നോക്കട്ടെ. നല്ല മധുരമുണ്ട്. ചിലത് നല്ല പുളിയാണ് ഗൈസ്. ഇതിനും കൂടി മിക്സായി. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇതവിടെയും അതുപോലെ തന്നെ. പക്ഷെ ഇത് പഴുത്തിട്ടില്ല, മഞ്ഞ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ചുള്ളിക്കൊക്കെ പറിച്ച് വരികയാണ്. കഴിഞ്ഞിന് ഇനി അമ്മേനെ ഇതൊക്കെ ഒന്ന് കാണിക്കട്ടെ. അമ്മേനെ കഴിച്ചു നോക്കിയാ അമ്മ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.